റോജി എം ജോൺ നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ വെറും ഒരു മന്ത്രി മാത്രമല്ല അദ്ദേഹം. നമ്മുടെ നാട്ടുകാരനാണ്. നിലവിൽ അങ്കമാലിയിൽ നിന്നുള്ള MLA ആണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വദേശം ചെറുപുഴ താബോറാണ്. അദ്ദേഹത്തിന്റെ സഹപാഠിയാണ് ഇപ്പോഴത്തെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സതീശൻ കാർത്തികപ്പള്ളി. ആ സൗഹൃദ ബന്ധത്തെ സതീശൻ കാർത്തികപ്പള്ളി ഓർത്തെടുത്തപ്പോൾ റോജി എം ജോൺ നമ്മുടെ നാട്ടുകാരനാണെന്ന് അറിഞ്ഞു. അതിലുപരി സാറിന്റെ സഹപാഠിയാണെന്നും കൂടി അറിഞ്ഞു. സഹപാഠിയെക്കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് ഓർത്തെടുക്കുന്നത്? റോജി എം ജോൺ തിരുമേനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് 10ാം ക്ലാസ്സിന് ശേഷമാണ് ഉന്നത പഠനത്തിന് വേണ്ടി എറണാകുളത്തും അതുപോലെ തുടർ പഠനത്തിനും മറ്റു സ്ഥലങ്ങളിലോട്ട് പോയിരുന്നത്. അദ്ദേഹം താബോർ സ്വദേശിയായിരുന്നു. താബോറിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ നടന്ന് കാൽനടയായിട്ട് വന്ന് സ്കൂളിൽ പഠിക്കുകയും സ്കൂളിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഏറ്റവും മികച്ച, അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലും പിന്നെ സംഘടനാ പ്രവർത്തനം KSUവിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സഹപാഠിയെ പറ്റി ആലോചിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം ഇന്ന് മന്ത്രിയായിരിക്കുകയാണ്. ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ വലിയൊരു പദവി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏത് പദവിയിൽ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹം വളരെ സൂക്ഷിച്ചു. ഞങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ അതിൽ സഹപ്രവർത്തകരോട് മറ്റു വിദ്യാർത്ഥികളോടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോടൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ റോജി എം ജോൺ. അപ്പോൾ അദ്ദേഹമൊക്കെ ഒരു അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിനോട് പഞ്ചായത്തിൻ്റെ വിഷയങ്ങളൊക്കെ ശ്രദ്ധയപ്പെടുത്താനും ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്ന വലിയ ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത്. ഇപ്പോഴും ആ സൗഹൃദ ബന്ധം തുടർന്നു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു സംഗമം വെച്ചിരുന്നു. ആ സംഗമത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആശംസകളും അദ്ദേഹം അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അദ്ദേഹം നിരന്തരം കാണാൻ ശ്രമിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വേണ്ട ചില ഘട്ടങ്ങളിലൊക്കെ സഹപാഠികൾക്കൊക്കെ വേണ്ട സഹായങ്ങളടക്കം ചെയ്യാൻ അദ്ദേഹം നേതൃത്വപരമായ പങ്കുവഹിച്ചു എന്നുള്ളത് ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.